ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാജിക് എന്ന കലയുടെ സാമൂഹിക സാധ്യതയെ ഉപയോഗപ്പെടുത്തി ഒരു മാജിക് അക്കാദമിയുടെ വിസ്മയ സാന്ത്വനയാത്ര കൗതുകമാകുന്നു. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആ യാത്ര ആരംഭിച്ചു. അന്തേവാസികൾക്ക് കൗതുകത്തോടൊപ്പം മാനസികമായ ഉല്ലാസവും ആശ്വാസവും പകരുന്ന ജാലവിദ്യകളാണ് മജീഷ്യൻ കാഴ്ചവെച്ചത്. വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ ബിജെപിക്ക് സാധിക്കില്ലെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. സമരപരിപാടികളിൽ നിന്നും ചുവടുമാറണമെന്നും CKP. റേഷൻ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയാഞ്ഞത് സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളുമായി ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പ്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ ബിജെപിക്ക് സാധിക്കില്ലെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. സമരപരിപാടികളിൽ നിന്നും ചുവടുമാറി പാർട്ടി പ്രായോഗിക തലത്തിൽ രചനാത്മകമായ പദ്ധതികൾ രൂപപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ നേതൃപരിശീലന ശിബിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങളും ആവശ്യമായ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ജില്ലാ നേതൃപരിശീലന ശിബിരത്തിന് തുടക്കമായത്. BJPയുടെ കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ പാർട്ടിക്ക് സാധിക്കില്ലെന്ന് പഠനശിബിരം ഉദ്ഘാടനം ചെയ്ത BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിയില്ല. ഇതിന് സമരപരിപാടികളിൽ നിന്ന് ചുവടുമാറി BJP പ്രായോഗിക തലത്തിൽ രചനാത്മകമായ പദ്ധതികൾ രൂപപ്പെടുത്തണം. ചുവടുമാറ്റം അത്യാവശ്യമാണെന്നും ഇതിന് പാർട്ടി മുൻകൈയെടുക്കണമെന്നും CKP പറഞ്ഞു. ജലസുരക്ഷയ്ക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രമല്ല, 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വ്യാപാരവും വ്യവസായവും വിനിമയവും എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ജനങ്ങളുടെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ജലസ്വരാജ് എന്ന വളരെ നൂതനമായ പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിച്ചു. ഇങ്ങനെ 3 വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P ജിജേന്ദ്രൻ, T ബാലസോമൻ, VP വേണു, TK പത്മനാഭൻ, പ്രശോഭ് കോട്ടൂളി, P ഹരിദാസ്, PR മുരളീധരൻ, M മനോഹരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നേതൃപരിശീലന ശിബിരത്തിൽ ഡിജിറ്റൽ ബാങ്കിംഗ്, കേന്ദ്ര പദ്ധതികൾ എന്നിവ സംബന്ധിച്ചും ചർച്ചയുയർന്നു. സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷ എന്ന വിഷയത്തിൽ സാങ്കേതിക ശില്പശാല സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളിലൂടെ ഊർജ്ജം സംരക്ഷിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പ്. ബോധവൽക്കരണത്തിലൂടെ ഊർജ്ജത്തിന്റെ അളവ് കുറയ്ക്കുക, വരും തലമുറയ്ക്ക് കൂടി ഊർജ്ജം സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിൽ വൈദ്യുത സുരക്ഷ എന്ന വിഷയത്തിൽ സാങ്കേതിക ശില്പശാല അരങ്ങേറിയത്. നളന്തയിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ CG സുരേഷ്, N അശോകൻ, PK സാജിദ, ടോജോ ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ കപ്പാസിറ്റി, വീട്ടിലെ അംഗസംഖ്യ എത്രയാണോ, നമ്മുടെ വീടിന്റെ വലിപ്പം എത്രയാണോ അതിനനുസരിച്ചുള്ള ഫ്രിഡ്ജ് മാത്രം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് തണുപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ, ഇവിടെയുള്ള ചൂടിനെ പിടിച്ച് പുറത്തള്ളണം. ഈ റൂം തണുപ്പിക്കണം ഒരു മാർഗം, ഇവിടെയുള്ള ചൂടിനെ മുഴുവൻ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ ഇവിടെ തണുക്കും. അതാണ് ടെക്നിക്ക്. ഇതാണ് ഫ്രിഡ്ജിലും AC-ലും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ തണുപ്പിക്കൽ പ്രക്രിയ നടത്തുകയാണെങ്കിൽ ഇതിലെ ചൂടിനെ പുറത്തേക്ക് തള്ളുന്നു. തുടർന്ന് ഊർജ്ജ സംരക്ഷണവും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും അഗ്നി സുരക്ഷാ രീതികളും ഉപകരണങ്ങളും
വൈദ്യുതാഘാതവും പ്രഥമ ശുശ്രൂഷയും എന്നീ വിഷയങ്ങളിൽ പരിശീലന പരിപാടികൾ നടന്നു. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എസ് മണിലാൽ, കൽപ്പറ്റ KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ ഷുക്കൂർ, ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പൂർണ്ണ റേഷൻ സമ്പ്രദായം നിലവിലുള്ള കേരളത്തിൽ റേഷൻ വിതരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ പരാജയം സംഭവിക്കാനുണ്ടോ എന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. റേഷൻ വിതരണത്തിലുണ്ടായ അനാസ്ഥ അവസാനിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ക്ഷാമം പുറത്ത് ഏതാണ്ട് 5 രൂപ വരെ കിലോയ്ക്ക് അരിക്ക് വർദ്ധിക്കുവാനായിട്ട് കാരണമായി. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, ഏറ്റവും സാധാരണക്കാർക്ക് ഏറെ അത്യാവശ്യമുള്ള റേഷൻ സമ്പ്രദായം, റേഷൻ വിതരണം താറുമാറായാൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ് എന്ന ബോധം കേരളത്തിലെ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കേരള പോലീസിന്റെ ക്രൂരമായ നടപടികളെ VS അച്യുതാനന്ദൻ രൂക്ഷമായി വിമർശിച്ചതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PC തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കാര്യത്തിൽ അദ്ദേഹം തന്നെ ഇത്രയധികം വിമർശിക്കേണ്ടി വന്നത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയും എന്ന് കരുതുകയാണ്. കേന്ദ്ര സാമ്പത്തിക നയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആനുകൂല്യം നൽകുന്നത് BJPക്ക് വേണ്ടിയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ഇതിനെ CPM എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PT രാജൻ 1ാം ചരമവാർഷികത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PT രാജൻ 1ാം ചരമവാർഷിക ദിനത്തിൽ ജില്ലയിൽ വിവിധ അനുസ്മരണ പരിപാടികളാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി CPM നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ നടന്ന പൊതുയോഗം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സാമ്പത്തിക നയത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആനുകൂല്യം നൽകുന്നത് BJPക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. BJPയെ സംരക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനെ CPIM എതിർക്കുമെന്നും എളമരം കരീം പറഞ്ഞു. വൻകിട കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കേന്ദ്ര നയത്തെ ചെറുത്തുതോൽപ്പിക്കാൻ CPIM രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നോട്ട് പിൻവലിക്കുന്ന തൊട്ട് മുമ്പുള്ള 2 മാസങ്ങൾക്കുള്ളിൽ 6.25 ലക്ഷം കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ബാങ്കുകളിൽ അത്രയധികം ഡെപ്പോസിറ്റ് അതിന്റെ മുമ്പ് ഒരു കാലത്തും ഒന്നിച്ച് ബാങ്കുകളിൽ വന്നിട്ടില്ല എന്നും കണക്കുകൾ പറയുന്നു. അതെങ്ങനെയാണ് വന്നത്? ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചു. വലിയ പണം കയ്യിലുള്ളവരെ പിൻവലിക്കുന്ന ഈ നോട്ടുകൾ ഇങ്ങനെ പിൻവലിക്കാൻ പോകുന്ന വിവരം ഗുജറാത്തിലെ ഒരു ഗുജറാത്തി പത്രം 2 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് പല പത്രങ്ങളിലായി വാർത്ത വന്നു. ചടങ്ങിൽ മന്ത്രി TP രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് സൌത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി CP മുസാഫിർ അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, K ഹരിദാസൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈദ്യുതി അപകടങ്ങൾ, അപകട മരണങ്ങൾ, അപ്രതീക്ഷിത അധിക ബില്ല് തുടങ്ങിയവ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യം മുൻനിർത്തി കേരളത്തിലെ വയറിംഗ് തൊഴിലാളികൾ ജനുവരി 4-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അനുദിനം വർദ്ധിച്ചുവരുന്ന വൈദ്യുത അപകടങ്ങൾ, അപകട മരണങ്ങൾ, അപ്രതീക്ഷിത അധിക ബില്ല് എന്നിവയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരും വൈദ്യുതി വകുപ്പും ഒഴിഞ്ഞുമാറി ഇനി മുതൽ എല്ലാം ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇവയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നെല്ലാം ബോർഡും ബന്ധപ്പെട്ട അധികൃതരും പിൻവാങ്ങാനുള്ള ദുരുദ്ദേശപരമായ ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ്. വൈദ്യുതി കണക്ഷന് ആവശ്യമായ അപേക്ഷാ ഫോറവും തുടർന്നുള്ള നടപടിക്രമങ്ങളും ലഘൂകരിക്കുക എന്ന വ്യാജേനയാണ് ഈ ക്രൂരതയ്ക്ക് മറയിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി.
ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ബോർഡിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി KSEB കരാർ തൊഴിലാളികൾ രംഗത്ത്. കരാർ ലൈൻ വർക്കർമാരുടെ സ്ഥിരപ്പെടുത്തൽ, വേതന പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ KSEB ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കൂട്ട സത്യാഗ്രഹം നടത്തിയത്. വൈദ്യുതി ബോർഡിന്റെ അവഗണനയ്ക്കെതിരെയാണ് കരാർ തൊഴിലാളികൾ പ്രക്ഷോഭം ശക്തമാക്കിയത്. PSCക്ക് കൈമാറിയ പട്ടികയിലുള്ള 3020 കരാർ ലൈൻ വർക്കർമാർ അടക്കം മുഴുവൻ കരാർ തൊഴിലാളികളെയും ഉടൻ സ്ഥിരപ്പെടുത്തുക, 2016 ജൂൺ മാസത്തിലെ ബോർഡ് ഉത്തരവനുസരിച്ചുള്ള വേതന വർധനവ് എല്ലാ വിഭാഗം കരാർ തൊഴിലാളികൾക്കും നൽകുക, സ്ഥിരം തൊഴിലാളികൾക്ക് തുല്യമായ വേതനം കരാർ തൊഴിലാളികൾക്കും നൽകണമെന്ന സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. കരാർ ലൈൻ വർക്കർമാരുടെ സ്ഥിരപ്പെടുത്തൽ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും നഗ്നമായ ചൂഷണമാണ് ഇതിനു പിന്നിലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല തീർച്ചയായിട്ടും സമരം ശക്തമാക്കാനാണ് തീരുമാനം. കാരണം ഇത് ന്യായമായ ആവശ്യങ്ങളാണ്. ഒന്ന്, സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2, ബോർഡ് ഇറക്കിയ ഉത്തരവ് തന്നെ, ആ ഉത്തരവ് തന്നെ നടപ്പിലാക്കണമെന്നാണ് പ്രധാനപ്പെട്ട. 2, ലൈൻ വർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തുക. ഇത് 3 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകളാണ്. ഇത് നടപ്പിലാക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവില്ല. ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും നിയമന പ്രക്രിയ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒഴിവുകളുടെ ജില്ല തിരിച്ചുള്ള പട്ടിക ആവശ്യപ്പെട്ടിട്ടും KSEB നൽകാത്തതാണ് നിയമ നടപടികൾ വൈകിക്കാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. 4/6/2014 ബോർഡ് ഉത്തരവ് പ്രകാരമുള്ള വേതന വർധനവ് തൊഴിലാളികൾക്ക് നൽകാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ബോധപൂർവമായ ബോർഡിന്റെ നടപടികൾക്കെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് KSEB കരാർ തൊഴിലാളി ഫെഡറേഷൻ തീരുമാനം. മാനസിക രോഗങ്ങളാൽ ജീവിതം താളം തെറ്റിയവർക്കും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കും സാന്ത്വനമായി വിസ്മയ യാത്ര. അസുഖങ്ങളാൽ വിഷമതകൾ അനുഭവിക്കുന്നവരെ മാജിക്കിന്റെ അത്ഭുത ലോകത്തേക്ക് കൈപിടിക്കുകയാണ് ഈ യാത്ര. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കൊയിലാണ്ടി മാജിക് അക്കാദമിയുടെ വിസ്മയ സ്വാന്തനയാത്രയ്ക്ക് തുടക്കമായി. മാജിക്കിനെ കൂടുതൽ ജനപ്രിയമാക്കാനും ആ കലയുടെ സാമൂഹിക സാധ്യതയെ ഉപയോഗപ്പെടുത്താനും തീർത്തും സാധിച്ചതിന്റെ തെളിവ് കൂടിയാണ് ഈ യാത്രയുടെ തുടക്കം. അന്തേവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജാലവിദ്യകളാണ് മജീഷ്യൻ ശ്രീജിത്ത് വിയൂർ ഒരുക്കിയത്. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ, ജയിലുകൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളുകൾ എന്നിവ സന്ദർശിച്ച് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ മാജിക്കിന്റെ വിസ്മയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി അവർക്ക് മാനസികോല്ലാസവും ആശ്വാസവും പകരുന്ന തുടർ പദ്ധതിയാണ് ഈ സ്വാന്തന യാത്ര. ജാലവിദ്യകൾ കണ്ട് വേദനകൾ മറന്ന് അന്തേവാസികൾ അതിൽ പങ്കുചേർന്നു. പൂക്കാട് അഭയം, നെസ്റ്റ് കൊയിലാണ്ടി, ആശാനികേതൻ നന്ദി, പയ്യോളി സ്നേഹഭവൻ തുടങ്ങിയവിടങ്ങളിലേക്കാണ് അടുത്ത യാത്ര. യാത്രയുടെ ഉദ്ഘാടന കർമ്മം അസിസ്റ്റന്റ് കളക്ടർ ഇൻബശേഖരൻ നിർവഹിച്ചു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. കൽപ്പറ്റ നാരായണൻ, RL സരിത, കമാൽ ഭരദൂർ, ഡോക്ടർ N രാജേന്ദ്രൻ, RL ബൈജു, MG ബൽരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. പെരിങ്ങളം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം ഡിസംബർ 23 മുതൽ 30 വരെ നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പെരിങ്ങളം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം ഡിസംബർ 23 മുതൽ 30 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അതിവിപുലമായ വിശേഷാൽ പൂജകളോടെ നടത്തപ്പെടും. ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ, പ്രശസ്ത പിന്നണി ഗായകരായ സിന്ധു പ്രേംകുമാർ, ചെങ്ങന്നൂർ ശ്രീകുമാർ തുടങ്ങിയവരുടെ ഭക്തിഗാനമേള, അർദ്ധനാരീശ്വര നൃത്തം, അക്ഷരശ്ലോക സദസ്സ്, സമ്പ്രദായ ഭജന തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ഫറൂഖിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ നൈപുണ്യ വകുപ്പ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഫറൂഖിൽ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. നിലവിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ഇതിനായി സംസ്ഥാന സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ നിയമങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ബാധകമാക്കുന്നതിന് ഗവൺമെന്റ് സന്നദ്ധമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫറോക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി സുഹറാബി, സ്ഥിരം സമിതി ചെയർമാൻ പി ആസിഫ്, അഡീഷണൽ ലേബർ കമ്മീഷണർ എ അലക്സാണ്ടർ, റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ കെ എം സുനിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിത, ഡോക്ടർ പി എച്ച് മുഹമ്മദ് അലി, എം ഗിരീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള ബാക്കഫി മജ്ലിസുൽ ഉലമയുടെ ദേശീയ ഹിഖഫ് കോൺഫറൻസ് ഡിസംബർ 22-ന് ജൂബിലി ഹാളിൽ നടക്കും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതിന് മതനിയമം എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അതിന്ന് വലിയ ചർച്ചയാണ്. കേരള ബാക്കഫി മജ്ലിസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഡിസംബർ 22-ന് വ്യാഴാഴ്ച കോഴിക്കോട് ദേശീയ ഫിഖ് കോൺഫറൻസ് നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ വിവിധ സ്റ്റേറ്റുകളിലെ പ്രഗത്ഭ പണ്ഡിതന്മാരും മഹൽ വ്യക്തിത്വങ്ങളും സംബന്ധിക്കും. ആധുനിക ലോകം നേരിടുന്ന സുപ്രധാന വിഷയങ്ങളിൽ പലതിന്റെയും ഇസ്ലാമിക മാനങ്ങളും വിധികളും ചർച്ച ചെയ്യപ്പെടും. കോൺഫറൻസ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡ് നേതൃത്വത്തിൽ നടത്തുന്ന സാഗർ കവച് മോക്ക് ഡ്രില്ലിനിടെ തീവ്രവാദികൾ ചമഞ്ഞ് ബേപ്പൂർ ഹാർബർ ജെട്ടിയിൽ ബോംബുമായി എത്തിയ 3 പേർ പിടിയിലായി. മംഗളൂരുവിൽ നിന്നും എത്തിയ തീരസംരക്ഷണ സേന, തീരദേശ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ബേപ്പൂർ പോലീസ് പിടികൂടിയത്. മംഗളൂരുവിൽ നിന്നും മത്സ്യബന്ധന ബോട്ടിൽ കണ്ണൂർ തീരത്തിറങ്ങിയ തീവ്രവാദി സംഘം അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് കോഴിക്കോട്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് ബസ് മാർഗം രാവിലെ 9-ന് ബേപ്പൂരിലെത്തിയത്. തിരക്കിനിടെ ഹാർബറിൽ പ്രവേശിച്ചയുടൻ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സാഗർ കവച് മോക്ക് ഡ്രിൽ ഓപ്പറേഷനെ തുടർന്ന് ഇന്നലെയും കടലോരം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. കടൽമാർഗമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഏത് ആക്രമണ സാഹചര്യങ്ങളും അനായാസം നേരിടുന്നതിനും സുരക്ഷാ ഏജൻസികളെ സജ്ജമാക്കുന്നതിനാണ് സർവ്വസേനകളും ചേർന്ന് മോക്ക് ഡ്രിൽ നടത്തിയത്. തീരസംരക്ഷണ സേനയ്ക്ക് പുറമെ നാവികസേന, കോസ്റ്റൽ പോലീസ്, ലോക്കൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ്, തുറമുഖ ഫിഷറീസ് വകുപ്പുകൾ, ലൈറ്റ് ഹൌസ്, ഇമിഗ്രേഷൻ വിഭാഗം എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ സ്റ്റേഷൻ കമാൻഡിംഗ് ഓഫീസർ AR ചൌഹാന്റെ നേതൃത്വത്തിലാണ് മലബാർ മേഖലയിൽ സാഗർ കവച് കോർഡിനേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ C-404, C-144 കപ്പലുകളും IC-115, 116 ഇൻസ്പെക്ടർ ബോട്ടുകളും തീരദേശ പോലീസിന്റെ 3 ബോട്ടുകളും കസ്റ്റംസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, തുറമുഖ വകുപ്പ് ബോട്ടുകളും കടലിൽ പരിശോധനയിൽ ഉണ്ടായി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബി കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബേപ്പൂർ ബീച്ചിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കല്ലിങ്ങൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കല്ലിങ്ങൽ ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ബേപ്പൂർ ബീച്ചിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. PV ഹുസൈൻ അധ്യക്ഷനായിരുന്നു. സക്കീർ നലളം മുഖ്യപ്രഭാഷണം നടത്തി. MI മുഹമ്മദ് ഹാജി, M മുഹമ്മദ് കോയ, VP ജബ്ബാർ, മുഹമ്മദ് കുട്ടി, N മുഹമ്മദ് നദീർ, PA റഹ്മാൻ ബാവ, A സലാം അരക്കിണർ, P ഷഫീഖ് അരക്കിണർ എന്നിവർ സംസാരിച്ചു. A അഹമ്മദ് കോയ, PV ഹബീബ്, MK നൌഷാദ്, PV ഹനീഫ, ഉസ്മാൻ കല്ലിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
ദേശീയഗാനത്തെ അവഹേളിച്ചുവെന്ന യുവമോർച്ച പ്രവർത്തകന്റെ പരാതിയെ തുടർന്ന് കമൽ സി ചവറയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് യുവമോർച്ചയാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയഗാനത്തെ അവഹേളിച്ചെന്ന യുവമോർച്ച പ്രവർത്തകന്റെ പരാതിയെ തുടർന്ന് എഴുത്തുകാരൻ കമൽ സി ചവറയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് യുവമോർച്ചയാണോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം. IPC 124A പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഈ വകുപ്പ് ഇത്തരം കേസുകളിൽ നിലനിൽക്കുന്നില്ലെന്ന് ഒട്ടേറെ കോടതി വിധികളുടെ വ്യക്തമായതാണ്. ദേശീയഗാനത്തെ അപമാനിച്ചുവെന്ന പരാതി ശരിയാണെങ്കിൽ തന്നെ 1971 പാർലമെന്റ് പാസാക്കിയ പ്രത്യേക നിയമം ഉപയോഗിച്ച് കേസെടുക്കാനാകൂ. ഇക്കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കമൽ സി ചവറയെ പോലീസ് പീഡിപ്പിച്ചത്. ദേശീയത സംബന്ധിച്ച് സംഘപരിവാറിനുള്ള കാഴ്ചപ്പാടാണോ CPMനുള്ളതെന്ന് പാർട്ടി വ്യക്തമാക്കണം. ദേശീയഗാനത്തെ അപമാനിച്ച് സംസാരിച്ച KP ശശികലയ്ക്കെതിരെയും സംവിധായകൻ കമലിന്റെ വീടിനു മുൻപിൽ പ്രതിഷേധ ദേശീയഗാനം ചൊല്ലിയ BJP നേതാക്കൾക്കെതിരെയും കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് എഴുത്തുകാർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കുമെതിരെ വ്യാജകേസ് ചമയ്ക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. സർക്കാരും പോലീസും സംഘപരിവാർ വിധേയത്വത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ മറ്റ് യുവജന സംഘടനകളുമായി ചേർന്നുള്ള പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും ഫിറോസ് കോഴിക്കോട്ട് വ്യക്തമാക്കി. മൊബൈൽ ഫോൺ റീറ്റെയിൽ ശൃംഖലയായ ഫോൺ 4 കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് റോഡിലും മാവൂർ റോഡിലും ആരംഭിച്ച ഷോറൂമുകളുടെ ഉദ്ഘാടനം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ നിർവഹിച്ചു. മൊബൈൽ ഫോൺ റീറ്റെയിൽ ശൃംഖലയായ ഫോൺ 4 കോഴിക്കോട്ടും എത്തി. ഫോൺ 4ന്റെ 2 ഷോറൂമുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് റോഡിലും മാവൂർ റോഡ് ജംഗ്ഷനിലുമായി സ്ഥിതി ചെയ്യുന്ന ഷോറൂമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളായ മുഹമ്മദ് റാഫി, CK വിനീത്, സെഡ്രിക് ഹെങ്ബാർട്ട്, സന്തോഷ് ജിങ്കൻ എന്നിവർ ചേർന്ന് ആവേശോജ്വലമായ ആരാധക സദസ്സിനെ സാക്ഷിയാക്കി ഉദ്ഘാടനം ചെയ്തത്. ആദ്യ സ്റ്റോർ കുടുംബ ഉപഭോക്താക്കളെയും വില കൂടിയ ഫോണുകൾ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കളെയും ഉദ്ദേശിച്ചുള്ളതാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള ഇവിടെ ആധുനിക സാങ്കേതിക സഹായങ്ങളും ലഭിക്കും. രണ്ടാമത്തെ ഷോറൂം പൂർണ്ണമായും യുവാക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ്. പുതിയ ട്രെൻഡുകളും നവീന സാങ്കേതിക വിദ്യകളും അടങ്ങിയതുമായ ഫോണുകളാണ് ഇവിടെ ലഭിക്കുന്നത്. 2 സ്റ്റോറുകളിലും എല്ലാ ബ്രാൻഡ് ഫോണുകളും ലഭ്യമാണ്. ഉദ്ഘാടന ദിനത്തിൽ നറുക്കെടുപ്പിന് പുറമെ ഒട്ടേറെ ഓഫറുകളും ലഭ്യമാക്കി. 2399 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ 999 രൂപയ്ക്ക് നൽകിക്കൊണ്ടാണ് ഫോൺ 4 ഷോറൂമുകളുടെ ആദ്യ ദിനം കടന്നുപോയത്. അടുത്ത വർഷത്തോടെ കോഴിക്കോട് 4 വലിയ സ്റ്റോറുകളും കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ 2 സ്റ്റോറുകൾ വീതവും തുറക്കുമെന്ന് ഫോൺ 4 മാനേജിംഗ് ഡയറക്ടർ സയ്യിദ് ഹമീദ് പറഞ്ഞു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ ജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ ജില്ലാതല കലോത്സവത്തിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായി. ജീംസൂം സീസൺ 4 എന്ന പേരിൽ നടത്തുന്ന ജില്ലാതല കലാമേളയിൽ 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മർമർ ഇറ്റാലിയ മാനേജർ സക്കീർ ഹുസൈൻ, റോട്ടറി ക്ലബ് ഓഫ് സൈബർ സിറ്റി പ്രസിഡന്റ് ഉണ്ണിക്കുളങ്ങര, ബിസിനസ് ക്ലബ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, ജിടെക് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലോടി, AGM തുളസീധരൻ പിള്ള, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി ഞാനും എന്താളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. സോളോ സോങ്, സോളോ ഡാൻസ്, ഗ്രൂപ്പ് സോങ്, സ്കിറ്റുകൾ, മൈം തുടങ്ങിയ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലാതല കലാമേളയ്ക്ക് ശേഷം അടുത്ത മാസം ജിടെക്കിന്റെ 4ാമത് സംസ്ഥാന കലോത്സവം അതിവിപുലമായി നടക്കും.
കയ്യടിത്തോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കർപ്പൂരാഴി മഹോത്സവം 3 ദിവസങ്ങളിൽ വിപുലമായി കൊണ്ടാടി. ആഘോഷ പരിപാടികളിലും വിശേഷാൽ ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കയ്യടിത്തോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കർപ്പൂരാഴി മഹോത്സവം ഇത്തവണയും വിപുലമായി നടന്നു. തൊടിയിൽ പ്രമോദ് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവേശ്വരി പൂജ ഭക്തിസാന്ദ്രമായി. തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ പ്രഭാഷണങ്ങളും ക്ഷേത്ര കാരണവന്മാരെ ആദരിക്കലും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. പരിപാടികളിൽ 49ാം ഡിവിഷൻ കൌൺസിലർ പൊന്നത്ത് ഷൈമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കർപ്പൂരാഴി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. മൂർക്കനാട് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന തായമ്പക ഭക്തർക്ക് പ്രിയങ്കരമായി. ഗോദീശ്വര ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട കർപ്പൂരാഴി എഴുന്നള്ളത്തിൽ അയ്യപ്പ ഭക്തന്മാർ ഭക്തിലഹരിയിൽ ആറാടി. കല്ലായി ശ്രീ ദുർഗ വാദ്യസംഘത്തിന്റെ ചെണ്ട അവതരണം മറ്റ് കലാരൂപങ്ങളും എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ശാസ്താവിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങൾ പൂജകളിലും അന്നദാനത്തിലും ഘോഷയാത്രയിലും പങ്കാളികളായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ ബിജെപിക്ക് സാധിക്കില്ലെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ. സമരപരിപാടികളിൽ നിന്നും ചുവടുമാറണമെന്നും CKP. റേഷൻ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയാഞ്ഞത് സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളുമായി ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.